വൈദ്യുതി ബിൽ തുക കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ ലൈൻമാൻ വീട്ടിൽ വന്ന് ഫ്യൂസ് ഊരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ചെറുകോലിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നു. വൈദ്യുതി കുടിശ്ശിക തുക അടയ്ക്കാനുള്ളതിനെ തുടർന്ന് ലൈൻമാൻ ഈ ചെറുകോലിലെ വീട്ടിലേക്ക് എത്തുകയും ഫ്യൂസ് ഊരാൻ ഉള്ള ഒരു ശ്രമം നടത്തുകയുമാണ് ചെയ്തത്. പക്ഷേ ഇതിനിടയിൽ ഒരു കുറിപ്പ് ഈ ലൈൻമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലൈൻമാൻ ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കി. ആ കുറിപ്പ് വായിച്ചപ്പോൾ ആ ലൈൻമാന് ഫ്യൂസ് ഊരാൻ തോന്നിയില്ല. ഇപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥൻ നമ്മോടൊപ്പം ഉണ്ട്. അന്ന് ആരാണ് കുറിപ്പ് എഴുതി വെച്ചത്? എന്തായിരുന്നു സംഭവം? എൻ്റെ കുഞ്ഞു മോളാണ്, എൻ്റെ ഇളയ മോളാണ് കുറിപ്പ് എഴുതി വെച്ചത്. സാർ, ദയവ് ചെയ്ത് ഫീസ് ഊരരുത്, ഇതിൻ്റെ കൂടെ പൈസ വയ്ക്കുന്നുണ്ട്, ഊരരുത്, അതാണ് എഴുതിയത്. ഇതിനു മുമ്പും ഊരിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇരുട്ടത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ദയവ് ചെയ്ത് ഊരരുതെന്ന് എൻ്റെ കുഞ്ഞു മോളാണ് എഴുതിയത്. ആ കുറിപ്പിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അല്ല, ആ ലൈൻമാൻ ആ ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് എന്താണ് അദ്ദേഹം സംസാരിച്ചത്? കരണ്ട് ഊരാൻ വന്നതാണ്, ഞങ്ങൾ ഊരുന്നില്ല, ഒരു കുറിപ്പ് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ഊരുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവാം എന്നാ പറഞ്ഞത്. മനസാക്ഷിയുള്ള ലൈൻമാൻ അല്ലേ? നല്ല മനുഷ്യനാണ്, മനസാക്ഷിയുള്ള ലൈൻമാനായിരുന്നു. വേറെ ആരായിരുന്നെങ്കിലും ഊരിയേനെ, ഊരിയില്ല. ആ കുറിപ്പ് വായിച്ചപ്പോൾ തിരിച്ചുപോയി. പിന്നീട് നമ്മൾ ബിൽ തുക അടയ്ക്കുകയും അടയ്ക്കുകയും ചെയ്തു. പിന്നെ ബിൽ പൈസ അടയ്ക്കുകയും ചെയ്തു. കേരളത്തിൽ പല സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഇങ്ങനെ ഫ്യൂസ് ഊരിയപ്പോൾ കുട്ടികൾ പഠിക്കുന്നതാണല്ലോ, അവർക്ക് രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെയായിരുന്നു സംഭവങ്ങൾ. ഫീസ് ഊരി കഴിഞ്ഞാൽ ഇവിടെ കറണ്ടില്ല, പഠിക്കണം, പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ചിലപ്പോൾ അടയ്ക്കാനൊക്കാതെ വന്ന് പൈസ ബുദ്ധിമുട്ടുകൊണ്ട് അടയ്ക്കാതെ വരും. ഇത് പക്ഷേങ്കിൽ ഊരിയില്ല. ദൈവത്തിൻ്റെ ഉറവ് കൊണ്ട് അവർ തിരിച്ചുപോയി പൈസ അടയ്ക്കുകയും ചെയ്തു. ഇളയ കുട്ടി 8ാം ക്ലാസ്സിലും മൂത്ത കുട്ടി +2-നുമാണ് പഠിക്കുന്നത്. +1 മൂത്ത മോള് +1 പഠിക്കുന്നു, ഇളയ മോള് 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവര് വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ ഏതായാലും കറണ്ട് ഉണ്ട്, ഫ്യൂസ് ഊരിയിട്ടില്ല. ഇതറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം തോന്നിയില്ല. അവരെന്നോട് ചോദിച്ചു, അച്ചാച്ചാ ഫീസ് ഊരിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, മോനെ എന്നെ വിളിച്ചതായിരുന്നു, ഊരിയില്ല, ആ അങ്കിൾ തിരിച്ചങ്ങ് പോയെന്ന് പറഞ്ഞു, നീ അടയ്ക്കണം എന്ന് പറഞ്ഞു. കോഴഞ്ചേരി ഓഫീസിലെ ലൈൻമാനാണ് അല്ലേ? അദ്ദേഹത്തിന്റെ പേരെന്താണ്? എൻ്റെ പേരറിയത്തില്ല. ഫോണിൽ കൂടെ ആരാന്നുള്ളത് നമുക്കറിയത്തില്ല. പേരറിഞ്ഞില്ലെങ്കിലും ആരാണെങ്കിലും അദ്ദേഹത്തിന് നന്ദി അല്ലേ? വളരെ നന്ദിയുണ്ട്. ആ ചെയ്തതിൽ നമുക്ക് വളരെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അത് നല്ലൊരു ഉപകാരമാണ് ചെയ്തത്. ഇരുട്ടത്തിരിക്കേണ്ടി വന്നതിന് പിന്നെ അടച്ചിട്ടൊക്കെ എടുക്കുമ്പോഴത്തേന് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അത് നല്ല കാര്യമായിപ്പോയി. ലൈൻമാന് മാത്രമല്ല, മുഴുവൻ ജീവനക്കാർക്കും എല്ലാവർക്കും ആ മനസ്സിന്റെ നല്ല ദൈവത്തോട് നന്ദി പറയുന്നു. ആ കുറിപ്പിൽ മകൾ എന്താണ് എഴുതി വെച്ചിരുന്നത്? ഒന്നുകൂടി ഒന്ന് പറയാമോ? കുറിപ്പിൽ മകൾ എഴുതി വെച്ചിരുന്നത്, ദയവ് ചെയ്ത് സാർ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഫീസ് ഊരരുത്, ഞങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്, എന്നിട്ട് എഴുതി ഫോൺ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ വിളിക്കുകയും ചെയ്തു, ഊരിയില്ല, തിരിച്ചു പോവുകയും ചെയ്തു. പലപ്പോഴും നമ്മളിൽ പലർക്കും കൃത്യസമയത്ത് വൈദ്യുതി ചാർജ് അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ദിവസം താമസിച്ചാൽ പോലും ലൈൻമാൻ വീട്ടിൽ എത്തി വൈദ്യുതി ബന്ധം, അതിൻ്റെ ഫ്യൂസ് ഊരാറാണ് പതിവ്. പക്ഷേ ഇവിടെ അതിൽ നിന്നും വിപരീതമായി ഒരു കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുറിപ്പ് വായിച്ചു നോക്കിയ ലൈൻമാന് മനസ്സലിവ് തോന്നുകയും ആ ഫ്യൂസ് ഊരാതെ തിരികെ പോവുകയുമാണ് ചെയ്തത്. ഏതായാലും ഈ ഗൃഹനാഥനും ആ 2 പെൺകുഞ്ഞുങ്ങൾക്കും വളരെയധികം നന്ദിയാണ് ഈ ലൈൻമാനോട് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.